CPIM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ്റെ ഭാര്യയാണ് ഇവിടെ നിറകണ്ണീർ ഒഴുക്കി TP ദിവ്യ ഇത്രയും ദിവസം ജയിലിൽ കിടന്നതല്ലേ, ഇനിയെങ്കിലും അവർ വേട്ടയാടുന്നതൊന്ന് നിർത്തിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. വാസ്തവത്തിൽ ഇവരാരാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇവർ ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സണായിരുന്ന സമയത്താണ് വ്യവസായിയായ സാജനെ അദ്ദേഹത്തിനെ ഒരുപക്ഷേ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഒരുക്കിയത് എന്ന് വലിയ രീതിയിൽ പരക്കെ ആക്ഷേപമുണ്ടായി. അതായത് ഇത് കമ്മ്യൂണിസ്റ്റ് സഹാത്തിമാരുടെ സ്ഥിരം ശൈലിയാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് പുറത്തു വരുന്നത്. TP ദിവ്യ അതിനകത്തെ ഒരാൾ മാത്രം എന്ന് വ്യക്തമാകുന്ന സാഹചര്യം. കള്ളപ്പണം വെളുപ്പിക്കാൻ TP ദിവ്യ കൂട്ടുനിന്നു എന്ന് ഇതിനോടകം തന്നെ തെളിയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോഴും അതിനെതിരെ ഒരു നടപടിയെടുക്കാൻ കോടതി ശ്രമിക്കുന്നില്ലയോ എന്ന വലിയ ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. കാരണം പ്രശാന്ത് എന്ന ആരോഗ്യവകുപ്പിലെ ഒരു ക്ലർക്കിനെ എങ്ങനെയാണ് പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തോട് കൈക്കൂലി നവീൻ ബാബു ചോദിച്ചേ എന്ന് പറഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിന് പെട്രോൾ പമ്പ് നടത്താൻ പോലുമുള്ള അവകാശമില്ല എന്നുള്ള യാഥാർത്ഥ്യം എന്തുകൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയില്ല എന്ന ചോദ്യമാണ് അവിടെ നിഴലിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം സഹകരണ ബാങ്കിൽ സ്വർണം പണയം വെച്ചാണ് വായ്പ എടുത്തത് എന്ന് പറയുമ്പോൾ 20,000 രൂപയിൽ കൂടുതൽ ഒരാൾക്ക് സ്വർണ്ണപ്പണയ വായ്പയായി കൈവശം വയ്ക്കാൻ കഴിയില്ല. ബാക്കി അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാനേ കഴിയൂ. അപ്പോൾ ഇത് ഫാബ്രിക്കേറ്റഡായി ഉണ്ടാക്കിയ ഒരു കുക്ക്ഡ് സ്റ്റോറിയാണ് എന്ന് വ്യക്തമാകാൻ പ്രത്യേക സാഹചര്യം വേണ്ട. കാരണം കൊയ്യം സർവീസ് സഹകരണ ബാങ്ക് എന്നത് CPIM ഭരണത്തിലുള്ള ബാങ്കാണ്. അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്, തിരിമറി ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് നടത്തിയെടുക്കാം. അതുകൊണ്ടാണ് ഇങ്ങനൊരു നുണക്കഥ ഉണ്ടാക്കിയത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഗീത IAS റിപ്പോർട്ട് പ്രകാരം അവിടെ ഖനന മാഫിയ, പ്രത്യേകിച്ചും അവിടെ മലയോര മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന ഖനന മാഫിയ, ഭൂമാഫിയ, ഇവരുമായി ബന്ധപ്പെട്ട് ഉന്നത ബന്ധം കളക്ടർ അരുൺ K. വിജയൻ ഉൾപ്പെടെയുള്ളവർ കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഒരു കാര്യത്തിലും വ്യക്തത വരുത്താൻ ഇതുവരെയും അഡ്വക്കേറ്റ് വിശ്വന് കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്ത് വ്യവസ്ഥയുടെ മേലാണ് ജാമ്യം നൽകിയത് എന്നുള്ളത് ഹൈക്കോടതി ജാമ്യത്തിന് സ്റ്റേ വാങ്ങിച്ചെടുക്കാൻ മഞ്ജുഷയുടെ പോരാട്ടത്തിൽ നിർണായകമായ പങ്ക് വഹിക്കപ്പെടും എന്നുള്ളതിന് സംശയമില്ല. അഡ്വക്കേറ്റ് വിശ്വൻ അവിടെ വിജയിക്കാൻ കഴിയില്ല. കാരണം അനീതി വിജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ ഈ നീതിപീഠത്തോട് പോലും ജനങ്ങൾക്ക് ഒരു വിശ്വാസ്യതയും ഇല്ലാതെ മാറും എന്നുള്ളതാണ്. ആ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം TTK ദേവസ്വം ഭൂമിയുമായി ബന്ധപ്പെട്ടതും ചെങ്കളായി ചുഴലിയിലെ മലയോര പ്രദേശത്തെ ഭൂമാഫിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കൃത്യമായും രേഖകൾ ഉണ്ട്. അവിടെ വ്യാജ പട്ടയങ്ങൾ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട വ്യക്തമായ സാഹചര്യമാണ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ അത് സുവ്യക്തമാണ്. എന്നിട്ടും അതിനെക്കുറിച്ച് ഒരക്ഷരവും കോടതി എടുത്തു ചോദിക്കുകയോ ദിവ്യയുടെ ജാമ്യ പരിഗണനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിനെ കൃത്യമായും ഖണ്ഡിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയോ ചെയ്തില്ല. കോന്നി തഹസീൽദാരാകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൃത്യമായി മഞ്ജുഷ എഴുതി കൊടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കളക്ടറേറ്റിലെ ഏതെങ്കിലും താഴെയുള്ള തസ്തിക മതി, അതിനുള്ള സാഹചര്യം, അതിനുള്ള മാനസിക അവസ്ഥയല്ല തഹസീൽദാർ എന്നത് ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് എന്ന് എഴുതി കൊടുത്ത മഞ്ജുഷ, അവരും അവരുടെ 2 പെൺമക്കളെയും വഴിയാധാരമാക്കിയ ദിവ്യ, അവരുടെ വാക്കുകൾ, അവരുടെ പ്രവർത്തികൾ എന്തുകൊണ്ട് കോടതി ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോഴും മഞ്ജുഷയ്ക്ക് ബാക്കിയായി ഉള്ളത്. ജാമ്യം ലഭിച്ചത് കളക്ടർ അരുൺ K. വിജയൻ്റെ ഒത്തുകളി തന്നെയെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്തുകൊണ്ട് അരുൺ K. വിജയനെ ചോദ്യം ചെയ്യുന്നില്ല? ആർക്ക് വേണ്ടിയാണ് പലതും ഒളിപ്പിക്കുന്നത്? ഒരു രീതിയിലും നവീൻ ബാബു വിശ്വസിച്ചിരുന്നില്ല. കാരണം അത്രയേറെ ഭയമായിരുന്നു അരുൺ K. വിജയനോട് നവീൻ ബാബുവിന്. ഒരുതരം പ്രതികാര ബുദ്ധിയോടുകൂടി, ഒടുങ്ങാത്ത പകയോടുകൂടിയാണ് അരുൺ K. വിജയൻ നവീൻ ബാബുവിനെതിരെ പ്രതികരിച്ചതെന്ന് മഞ്ജുഷ കൃത്യമായി പറഞ്ഞു. ഇത് തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും മഞ്ജുഷ പറയുകയാണ്. അപ്പോൾ മഞ്ജുഷയുടെ മൊഴി എന്തുകൊണ്ട് രേഖപ്പെടുത്തുന്നില്ല? അതിൻ്റെ അർത്ഥം ഇവിടെ പലരെയും സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ്. പ്രോസിക്യൂഷൻ പോലും വളരെ വീക്കാവുന്ന സാഹചര്യമാണ്. അവിടെയാണ്
അഡ്വക്കേറ്റ് ജോൺ റാൽഫ് കത്തിക്കയറുന്നത്.